ബിഗ് ബോസ് സീസൺ 7 ഒക്കെ കഴിഞ്ഞ് അതിലെ കണ്ടസ്റ്റൻസ് ആ ബിഗ് ബോസ് സീസൺ 7 നിന്ന് കിട്ടിയ ഫെയിം എങ്ങനെ ലൈഫിൽ മുന്നോട്ട് ഉപയോഗിക്കാം എന്ന് നോക്കി അവർ പുറത്തിറങ്ങി റിയാലിറ്റി ഫേസ് ചെയ്ത് അവരിനി എന്താണ് അവരുടെ കരിയറിലെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ചൂസ് ചെയ്ത് പോയി. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി എല്ലാ വർഷവും നടക്കുന്ന പോലെ തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വലിയ എക്കോസിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാനടക്കം അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ കമൻ്റ് ഇടുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഷോ ഒരു 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 റീൽ ഫോർമാറ്റിൽ കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളിതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ 100 ദിവസം ബിഗ് ബോസ് ഷോ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചോ, കുഴപ്പമില്ല. ആ 100 ദിവസം കഴിഞ്ഞും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം, നിങ്ങളുടെ തോട്ട്, നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഇതിനകത്ത് കൊണ്ടുപോയി ഇടുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത് എനിക്കറിയില്ല. ഓക്കെ, കണ്ടസ്റ്റൻസിന് പിന്നെ അത് ലാഭമാണ്. ഇതൊരു സീസൺ കഴിഞ്ഞാലും എപ്പോഴും കാണുന്നതാണ് ഫാൻ വാർ, ആർമി വാർ, ഭയങ്കര സീനാണ്. ഈ സീസണിലും കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ബിഗ് ബോസ് കണ്ടൻറ്റ് അത് അന്ന് കഴിഞ്ഞതോടുകൂടി പിന്നെ കുറച്ചൊരു 1-2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല സൈഡാക്കി. ഇതിപ്പോൾ വൈ നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ കോമഡി ആവുന്നുണ്ട് കാര്യങ്ങൾ. ഇത് ചില സീസണുകളിൽ ഇങ്ങനെയാണ്. സീസൺ കഴിഞ്ഞാലും ഫാൻ ആർമി ഗ്രൂപ്പുകളിൽ ചില ആളുകളുണ്ട്. അവർ കോമഡി പീസുകളായിട്ട് തന്നെ നിലനിൽക്കും എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും ആളുകൾ ഇന്ന് മാറാൻ പോകുന്നില്ല. വെറുതെ അല്ല ഈ ഷോ മലയാളികളുടെ റിഫ്ലക്ഷനാണ് സൊസൈറ്റിയുടെ എന്നൊക്കെ പറയുന്നത്. ഇത് എങ്ങനെ കഴിഞ്ഞാലും അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ ഇതിൻ്റെ അലയൊല്ലികൾ നിറഞ്ഞു നിൽക്കും. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ അനീഷിൽ നിന്ന് തുടങ്ങാം. അനീഷിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നല്ലതും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിമർശിക്കാൻ തോന്നിയ കാര്യത്തിൽ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം അനീഷിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇംഗ്ലീഷ് കഫേയുടെ ഓഫീസിലാണ്. ഇംഗ്ലീഷ് പഠിക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരാണ് ഇംഗ്ലീഷ് കഫേ. എന്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് കഫേ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. കൂടുതൽ ഞാൻ വെക്കുന്നില്ല, കാരണം അത് ഇംഗ്ലീഷ് കഫേയുടെ ഒരു ഭീകരമായ പ്രൊമോഷൻ എൻ്റെ വീഡിയോയിലൂടെ പോകും എന്നുള്ളത് കൊണ്ട് ഞാനത് വെക്കുന്നില്ല. ഇംഗ്ലീഷ് കഫേയുടെ ഒരു പ്രൊമോഷൻ ചെയ്തതാണ്. ഇപ്പോൾ കുറേ പേര് എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ കണ്ടില്ലേ, അയാൾ മലയാളം പൊക്കി പിടിച്ച് വന്നതാണ്, മലയാളത്തിലേ പറയാൻ പാടൂ, മലയാളത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിൽ കയറിയ ആൾ, സുപ്രഭാതം പറഞ്ഞ് വിളിച്ചാർത്ത ആൾ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഇംഗ്ലീഷ് കഫേ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇത് അയച്ചു തന്ന ചെക്കനോട്, അളിയാടേ എടാ, അയാൾ അവിടെ നിന്ന് ഇറങ്ങി അരിയാണ് പ്രശ്നം, മനസ്സിലായ? കാശ് കിട്ടും, പ്രൊമോഷൻ ചെയ്യണം, അരി മേടിക്കണം, സിമ്പിളാണ് പരിപാടി. അയാൾ ചെയ്യും, മനസ്സിലായില്ലേ? അയാൾക്ക് അത് അവിടെ ജയിക്കാനുള്ളൊരു തന്ത്രം, ഇതിവിടെ നിലനിൽക്കാൻ, ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള വേറൊരു തന്ത്രം. ഇതൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെയല്ലേ. എല്ലാവരും ഇത് ചെയ്യാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ. നിങ്ങളാണ് വിചാരിച്ചത് ദ സോ കോൾ ഫാൻസ് ഇതെല്ലാം അയാൾ ഒരു ഓർഗാനിക്കായിട്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് ഇതൊക്കെ സത്യസന്ധമായിട്ട് ചെയ്യുന്നതാണ്. പ്ലീസ് ഗൈസ്, ഇനിയെങ്കിലും കുറച്ചൊന്ന് ഇരുത്തി ചിന്തിക്കണം നിങ്ങൾ. ഓക്കെ, എന്താണെങ്കിലും അനീഷ് അങ്ങനെ ഒരു സൈഡിൽ കൂടി ഇംഗ്ലീഷ് കഫേയുടെ പ്രൊമോഷനും പിന്നെ മൂപ്പരൊരു സാധനം കീപ്പ് ചെയ്യുന്നുണ്ട്. അത്ര എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ളൊരു വ്യക്തിയല്ല. ഇങ്ങനെ സംസാരിക്കാനൊക്കെ വിട്ട് കഴിഞ്ഞാൽ അത് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അതിലുപരി അയാൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ലിമിറ്റേഷൻസ് അറിയാം. അപ്പോൾ അതിനകത്ത് നിന്ന് മാത്രം മുന്നോട്ട് എക്സിസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു ടാറ്റിക്സ് പുറത്തിറങ്ങിയിട്ട് അനീഷ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അനീഷിൻ്റെ കേസ് ഞാൻ വേറെ പറയാം. അനീഷ് ആൾ ടോക്സിക് ആയിട്ട് എനിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അകത്തുള്ള സമയത്ത് ചില സംഗതികളൊക്കെ പറയും ചെയ്യും ചെയ്ത് എന്തിനാടെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങുമ്പോൾ അയാൾ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു മോൾഡാണ്, ചുറ്റും ക്രിയേറ്റ് ചെയ്തൊരു മോൾഡിനകത്ത് ഇരുന്നിട്ടാണ് പോകുന്നത്. പക്ഷെ അനീഷിൻ്റെ സോ കോൾഡ് ഫാൻസ് ആർമി ഒന്നും അങ്ങനെയില്ല. ഓക്കെ, ഇത് വേറെ പരിപാടികളാണ്. ഒരു ഓഡിയോടെ പ്ലേ ചെയ്യാം. ഷിയാസ് ബദറുദ്ദീൻ, അവന് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അനീഷും ചില കളി കളിക്കുന്നുണ്ട്. കാരണം ഇത് ഷിയാസ് കരീമിന്റെ ആളാണെന്ന് എനിക്ക് തോന്നുന്നത്, അനുവിന്റെ PR-ന്റെ കൂടെയുള്ള അവന്. കാരണം അവന് എവിടെ നോക്കിയാലും അനീഷിന്റെ വീഡിയോയുടെ താഴെ അനീഷ് വൃത്തികെട്ടവനാണ്, നാറിയാണ്, പെണ്ടിയാണ്. എന്താ ഇവന്റെ അമ്മയെ വല്ലതും ചെയ്യാൻ ചെന്നായിരുന്നോ അനീഷ്? അതോ ഇവന്റെ അമ്മയ്ക്ക് വല്ല ഗർഭം ഉണ്ടാക്കി അനീഷ്?
അപ്പോൾ ഇവന്റെ പെങ്ങളെ പിടിച്ചു, ഇവന്റെ വെമ്പർനൂത്തി പിടിക്കാൻ ചെന്നു. എന്താണ് ഇവൻ കണ്ടത്? അദ്ദേഹം മോശം. അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അനുവിന്റെ PR തന്നെയാണ്. അവരുടെ കൂടെയുള്ള ഷിയാസ് കരീമിന്റെ ഒക്കെ ആളാണ്. അതാണ് ഈ പേരിലും അറിയപ്പെടുന്നത്. അപ്പൊ അവരുടെ ഗ്രൂപ്പ് തന്നെയാണ്. എന്ത് യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു നല്ലൊരു മാന്യനായ ഒരു സ്ത്രീകളെ പോലും ഒന്ന് ജസ്റ്റ് ശരീരത്തിലോ എത്രയോ പേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അതിനകത്ത് നമ്മൾ ആദ്യത്തെ സീസൺ തൊട്ട് കാണുന്നതാണ്. ഈ പുറത്തിറങ്ങിയാലും കെട്ടിപ്പിടിച്ച് മറിഞ്ഞ അനു കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിയിൽ എവിക്റ്റായപ്പോൾ തന്നെ ഒച്ച വെച്ചുകൊണ്ടാണ് കവിളത്ത് ഉമ്മ വെച്ച് സ്വന്തം ഭർത്താവ് പോകുന്ന പോലെ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് പൈസയുള്ളവരെ അവൾ വിടിയല്ലോ. പിന്നെ പുറത്ത് വന്ന ഒന്നിലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കവിളി കൊടുത്ത് അവളുടെ കവിളൊക്കെ അങ്ങോട്ട് ഒട്ടിച്ച് എന്താ കാണിക്കുന്നത്? അതുപോലെ എത്ര പേരെ ഈ അനീഷ് എന്ന വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീകളെ, പുരുഷന്മാരെ പോലും അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അനാവശ്യമായിട്ട് ഒരു സ്ത്രീകളെ പോലെ സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് ഹഗ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ കണ്ട് ആ ആളായിട്ട് അങ്ങോട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഹഗ് ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല. ഒരു പെണ്ണുങ്ങളുടെ ബെഡ് കയറി ഇരിക്കാനോ കിടക്കാനോ ഈ നെവിനൊക്കെ കാണിക്കുന്ന പോലെയുള്ള വൃത്തികേടുകളോ ആരിനൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എല്ലാവരും കണക്കായിരുന്നു. അതിനകത്തുള്ളൂ പെണ്ണുങ്ങളെ കെട്ടിപ്പിടുത്തവും എല്ലാം വരുന്നു. ഏതാ ഷാനവാസാണെങ്കിൽ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്ന, കൂടെ നടക്കുന്ന, എന്തൊക്കെ കാണിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടത്. എന്നാൽ പോലും അനീഷ് ഈ വക കാര്യങ്ങളിലോ അപമര്യാദയായിട്ടോ ഒന്നും പെരുമാറാത്തതിന്റെ കഴപ്പാണ് ഷിയാസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന് ഉണ്ടായിരിക്കുന്നത്. അവനത് കണ്ട് സഹിക്കാൻ. കാരണം അവൻ ഈ തായോളി കുടിയും കഴിഞ്ഞ് കഞ്ചാവ് പിടിച്ച് പെണ്ണും പിടിച്ച് ആ പെണ്ണിന്റെ കുഞ്ഞിനെ കളിച്ച് അതിനപ്പുറം കളിച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ, സ്വന്തം അമ്മയെ പോലും പരിപാടി നടത്തുന്ന ആ കുണ്ടനാണ് ഷിയാസ് എന്ന് പറയുന്നവനാണ് അനീഷിനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. നീ എത്ര കളിച്ചെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു രോമത്തെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. അദ്ദേഹം നല്ല അറിവും ജ്ഞാനവും വിവരവും തിരിച്ചറിവുള്ള ഒരു മനുഷ്യനാണ്. അമ്മ പെങ്ങന്മാരെയും എല്ലാവരെയും അദ്ദേഹത്തിന് അറിയാം. എങ്ങനെ എത്രത്തോളം ഡിസ്റ്റൻസിൽ നിർത്തണമെന്നും അദ്ദേഹം ആദ്യം മുതലേ പറയുന്നതാണ്. അതുകൊണ്ട് ഇന്നുവരെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തിന് കൊടുത്ത ആദരവ് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എത്ര കറയില്ലാത്ത ഒരു മനുഷ്യനാണെന്നുള്ളത്. ഒരൊറ്റ കുഞ്ഞു പോലും അദ്ദേഹത്തിനെതിരെ പറയാഞ്ഞിട്ടാണ് ഒരു വൃത്തികെട്ടവൻ എങ്ങോ ഇരുന്ന് അനീഷിന്റെ നാട് പോയിട്ട് അനീഷിന്റെ ഒരു കാര്യം പോലും അറിയത്തില്ലാത്ത ഒരുത്തൻ വെറുതെ അങ്ങോട്ട് എഴുതി വിടുക. കാരണം അനുവിന്റെ ഓർത്ത് വേണം വരുന്ന ടീമാണ് ഇവന്. ഏതാ ഈ ചെറ്റ തള്ളാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അനീഷ് ആർമിയിലൊക്കെ പെട്ട ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചവിട്ടി പുറത്താക്കണതിന് ഉള്ള കാര്യം പറയാലോ. ഇങ്ങനൊരു നാറിയ ഫാൻ വോയിസ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ബിഗ് ബോസ് ഹിസ്റ്ററിയിലുള്ള പല സീസണിലും പല ഫാൻസും പല ഗ്രൂപ്പും പല വോയിസും പുറത്ത് വന്നിട്ടുണ്ട്. ഇമാതിരി ഒരു എ ക്ലാസ് അപരാധം, ഒരു അപരാധി മൂളിരുന്ന് അപരാധിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. ഷിയാസ് കരീമിനൊക്കെ ഇതിക്ക് വിളിച്ചിട്ടുണ്ട് ആവശ്യം എന്താ? ഒരാളെ പേര് ഷിയാസ് എന്നായതുകൊണ്ട് അത് ഷിയാസ് കരീമിൻ്റെ ആരെങ്കിലും ആണെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈയൊക്കെ ഏത് കാലിൻ്റെ ഇടയിൽ നിന്ന് വരണമെന്നുള്ളത് എനിക്ക് ചോദിക്കുകയാണ്. കാരണം ഇവക്കൊക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കാനുള്ള സ്റ്റാൻഡേർഡുള്ളൂ എനിക്ക്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവ് ഇതിനോട് ക്ഷമിക്കുക, കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്കൊരു ടെസ്റ്റ് ഡോസ് ഇട്ട് തന്നതാണ്. അതായത് ഈ അനീഷ് ഫാൻ ആർമിയിലും അനുമോൾ ഫാൻ ആർമിയിലും അങ്ങനെ സോക്കോൾഡ് എല്ലാവരുടെയും ഫാൻ ആർമിയിലും ഇങ്ങനത്തെയൊക്കെ ഐറ്റങ്ങൾ കാണുകൂടെ. അതായത് ഇത് ഭയങ്കര റിയൽ ലൈഫിലേക്ക് എടുത്തു വെച്ച് ഇവരൊക്കെ എനിക്ക് തോന്നുന്നത് റിയൽ ലൈഫിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ് തോന്നുന്നത്. ഇവരൊക്കെ റിയൽ ലൈഫിൽ ഭയങ്കര ദുരന്ത തോൽവികളാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവരിങ്ങനെ ആരാനെങ്കിലും വേണ്ടിയിട്ട് ഇങ്ങനെ ഘോരമായി പ്രസംഗിക്കണം, കുറച്ച് പത്ത് ആളെ വെട്ട് വിളിക്കണം. അങ്ങനെ നടക്കുന്ന കുറേ എണ്ണങ്ങൾ. എന്തെല്ലാം അവസ്ഥ! ഞാൻ സത്യത്തിൽ ഈ വോയിസ് കേട്ട് ഞെട്ടിപ്പോയി. അനീഷോ അനീഷിൻ്റെ ബ്രദറോ അല്ലെങ്കിൽ അനീഷ് ആർമിയിലോ ഒഫീഷ്യലായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇജാതി ഐറ്റങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളാട്ടാ. കപ്പ് കൊടുത്തത് ലാലപ്പിന്റെ ചില കുൽസിത രീതികൾ കൊണ്ട് മാത്രമാണ് ഒരുത്തിക്ക് കൊടുത്തത്. കഴിവുള്ളവരെ അദ്ദേഹം എന്നും താഴ്ത്തിക്കെട്ടാനേ നോക്കിയിട്ടുള്ളൂ മോഹൻലാൽ. പ്രേക്ഷക പിന്തുണയുള്ളവരെ ഒരിക്കൽ പോലും മോഹൻലാൽ വിന്നറാക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം പുറത്തു വന്നാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നതുകൊണ്ട് തന്നെ. അപ്പൊ ആ 10 പൈസ വില കൽപ്പിച്ചിട്ടില്ല മോഹൻലാലിന് ഇക്കാര്യത്തിൽ. ഈ ബിഗ് ബോസിന്റെ ഒരു അവതാരകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ പരാജിതനാണ്. അദ്ദേഹത്തിന് അസൂയയും കുശുമ്പോ ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് 10 പൈസയ്ക്ക് വില വെക്കുന്നില്ല. അതായത് അനു എന്ന സ്ത്രീയെ കൈ പിടിച്ചു വലിയധികം ഇതോടുകൂടി അവള് തന്നെ പറയുന്നത് സെക്കൻഡെങ്കിലും എനിക്ക് വന്നാലും സന്തോഷം. ഫൈനൽ 5 വരുമെന്ന് പോലും അവൾ ഓർത്തിരുന്നത്. അവൾ ഞെട്ടി അവളുടെ കൈ പൊക്കിയ. കാരണം വലത് കൈയിലല്ലേ അനീഷിക്കുന്നത്. അപ്പോൾ അവള് അത് ഓക്കെ ആയത്, അവൾക്ക് സെക്കൻഡ് മതി എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ഇടത് കൈ പൊങ്ങാത്ത കൈ, മോഹൻലാലിന്റെ കൈ പൊങ്ങുന്നില്ല എന്നിട്ടും പൊക്കുന്ന ഒരു വിധത്തിൽ ചെരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യരുടെ പൊട്ടനാണോ ഇത്രയും പ്രേക്ഷകര്, ജനലക്ഷങ്ങൾ പൊട്ടനാണോ? അതുകൊണ്ട് വിന്നറായ കിരീടം വെക്കാത്ത രാജാവായ അനീഷിനെ ഓർത്ത് നീ ഒക്കെ കുരു പൊട്ടി അവിടെ നിന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കണം. അനീഷിനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന ആരാന്നുള്ളത് എൻ്റെ പൊന്നു വേണ്ട, എൻ്റെ പണ്ടാറക്കാല ചേച്ചി ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ? ലാലപ്പന്നാ ആരടി? ഏതാ ഈ എൻ്റെ തന്തയും കൂടി പോയിട്ട് എന്നാ ഹോസ്റ്റ് ചെയ്യ് മലയാളം ബിഗ് ബോസ്. ഇമ്മാതിരി ചൊത്ത വെടലാൾ കുറേ എണ്ണങ്ങളുണ്ട് ഈ ഫാൻ പേജിലും ഫാൻ ആർമിക്കകത്തും കയറി ഇരുന്നിട്ട് കനക്കനക്കനക്കനക്കനക്കനക്കനക്കന ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇത് ആ കണ്ടസ്റ്റൻറ്റിന് വരെ ചീത്തപ്പേരാകും. ഞാൻ ഇതിൽ അനീഷിനൊന്നും ഒരിക്കലും ഇൻവോൾവ് ആയിക്കണമെന്ന് പറയില്ല കേട്ടോ. കാരണം ഇതൊന്നും അനീഷ് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയൊന്നും ആയിരിക്കില്ല. ഇത് പല കണ്ടസ്റ്റൻസ് പറയാത്തുള്ള പരിപാടി തന്നെ ആയിരിക്കും. ഇത് പലരുടെയും ഫാൻ ഗ്രൂപ്പിൽ ഇതേപോലുള്ള അന്തം ടീംസ് കാണും, മനസ്സിലായോ? അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ പുറത്ത് വരുമ്പോൾ എഗെയിൻ ഇത് തലയിൽ പോണതായിരുന്നാ അനീഷിൻ്റെയും ബാക്കി ടീം. അത് ഇതിപ്പോൾ അനീഷ് ആയതുകൊണ്ട് അനീഷിൻ്റെ തലയിൽ, അല്ലെങ്കിൽ ആരാണോ അയാളുടെ തലയ്ക്ക് അങ്ങനെ പോകുന്നൊരു ഐറ്റം. ഇങ്ങനെ തീരാത്ത എന്താ പറയുക, ദ സോ കോൾഡ് ഫെൻസ് ഫൈറ്റുകൾ ഇപ്പോഴും ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആണെന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉണ്ടല്ലോ. എന്ത് പറയാൻ. അങ്ങനെ അനീഷിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ പോട്ടെ. ഞാൻ അടുത്തത് അനുമോൾ. അപ്പോൾ അനുമോളെ, അപ്പോൾ അനീഷിനേക്കാൾ കൂടുതൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത ഒരാളാണ് അനുമോൾ. അനുമോളുടെ ഒരു പോസ്റ്റ്, അനുമോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കുറേ പേര് എനിക്ക് അയച്ചു തന്നു. കയ്യിലൊരു മോതിരമൊക്കെ വെച്ചിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പുറത്തെ കേസ് ചിത്രം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതിങ്ങനെ നോക്കിയപ്പോൾ ഇതാണ് അനുമോൾ കരഞ്ഞു അടിയുണ്ടാക്കി വാങ്ങിയ ചിത്ര ചേച്ചിയുടെ കയ്യിൽ കിടന്നിരുന്ന ഡയമണ്ട് മോതിരം. എന്നിട്ട് പറയുന്നത്, ചിത്ര ചേച്ചി അങ്ങനെ ആർക്കും ഒന്നും കൊടുക്കില്ലടാ, എന്നെ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്, നല്ല വിലയുള്ളതാണ്, 2 ലക്ഷം അടുത്ത് വിലയുണ്ട്. സത്യത്തിൽ അനുമോൾ ഭാഗ്യം ചെയ്ത ആളാണ്. പണപ്പെട്ടി ടാസ്കിൽ കൂടുതൽ പണം അനുവിന് കിട്ടി. ബിഗ് ബോസ് വിജയി ആയതിൽ 43 ലക്ഷം, 18 ലക്ഷം രൂപയുടെ കാർ, ഇതേ ഇപ്പോൾ 2 ലക്ഷം രൂപ ഇടുന്ന ഡയമണ്ട് മോതിരം എന്നുള്ള ഒരു പോസ്റ്റ് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ആ സാധനം അയച്ചു തന്നതിന് ശേഷം അതായത് അനുമോൾ വിരോധിയാണ് എന്നോട് പറയുന്നത്, ചേട്ടാ നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിരുന്നോ? ഇവർ പോയി കാണിച്ചു കൂട്ടിയത് ഈ അനുമോൾ ഒരു ബന്ന് തിന്നുന്നത്. ബൺമസ്ക് ഭയങ്കര ട്രെൻഡാണല്ലോ ഇപ്പോൾ, എപ്പോഴും നോക്കിയാലും ബൺമസ്കാണ്. ക്രീം ബൻ എന്ന് പറഞ്ഞ സാധനം പുരോഗമിച്ച് ബൺമസ്ക് എന്ന് പറഞ്ഞ ഐറ്റം ആയതാണെന്നാണ് എനിക്ക് പലതും ഞാൻ കഴിച്ചപ്പോൾ ഫീലായത്. ഞാനൊന്ന് ബാംഗ്ലൂരിൽ പോയി നാട്ടിൽ വന്നപ്പോഴത്തേക്കും റോഡ് സൈഡ് മൊത്തം ഒരു 3-4 മണി മുതൽ പിന്നെ ചേച്ചിമാരും ചേട്ടന്മാരും ബൺമസ്കിനുള്ള ഓട്ടമാണ്. ഞാനും നിർത്തി ഓടിക്കും. 1-2 സ്ഥലത്ത് നിന്ന് കഴിച്ചു, കൊള്ളാം. ഹോം മെയ്ഡ് സാധനങ്ങൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കിട്ടുന്ന സ്ഥലത്ത് നിന്നൊക്കെ വാങ്ങി കഴിച്ചു. കഴിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ജിമ്മ് പോകാനും വ്യായാമം ചെയ്യാനും മറക്കരുത്. കാരണം ഷുഗറും സാധനങ്ങളൊക്കെ കുറച്ച് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് അതൊക്കെ. ഓക്കെ, ഹെൽത്ത് ടിപ്സ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദിസ് തിങ്, എന്താണെങ്കിൽ ഇതിനകത്ത് ആ സാധനം ഓടിച്ചിട്ടുണ്ട് ഇവർ കണ്ടൻ്റ് ആക്കിയിട്ട്. ക്രീം ബന്ന് തിന്നാൻ അനുമോളുടെ ഒപ്പം വിട്ടിട്ടുണ്ടായിരുന്നത് നെവിനെയായിരുന്നു. ഓക്കെ, തീറ്റയുടെ കാര്യത്തിൽ ഒരു മജീഷ്യൻ മാന്ത്രികനാണ് നെവിൻ എന്നുള്ളത് നമുക്കറിയാലോ. നെവിൻ്റെ കൂടെ വിട്ട് കഴിഞ്ഞാൽ അനുമോൾ ജയിക്കില്ല എന്നുള്ളൊരു തോട്ടായിരിക്കും നമുക്ക്. പക്ഷെ സംഭവിച്ചത് ഉൾട്ടയാണ്. കാരണം അനുമോൾ പുറത്തിറങ്ങിയതിന് ശേഷം ബിഗ് ബോസിൽ അതാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. അതിന് വാശി, അത് ഞാൻ സമ്മതിച്ചു കൊടുത്തറിയാം. വാശിക്കിനെ കഴിച്ചടി. കാരണം വല്ല പ്രൈസ് കിട്ടിയാലോ, പ്രൈസ് കൊടുക്കും തമാശയ്ക്ക് അവർ പറയണ്ടായിരുന്നു വർഷയും ഇതിലും. അപ്പം പിന്നെ എന്നാൽ കൂട്ടത്തിൽ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കഴിച്ച്. നെവിൻ 3 കഴിച്ചു, അനുമോള് 4ാമത്തത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ പകുതിയാക്കി. വേണമെങ്കിൽ അതും കഴിഞ്ഞ് കഴിക്കുമായിരുന്നു, നിർത്താൻ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. ഇത്രയ്ക്ക് ആദ്യം പാടില്ല, നാളില്ലാത്തവൻ. ഒരു മത്സരം ഉണ്ടെങ്കിൽ അനുമോൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് ജയിക്കാം. സമ്മാനം കിട്ടുന്ന മാത്രമാണ് സമ്മാനമായി അടുത്ത മത്സരാർത്ഥിയുടെ പാട്ടകൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോയി. ഇങ്ങോട്ടും നോക്കണ്ട, നീ അല്ലേ പറഞ്ഞ സമ്മാനം ഉണ്ടെന്ന് കൊടുത്താൽ മതി. ഞാനത് പോകില്ല. അവൾ ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് സന്തോഷിക്കുന്നത്. സമ്മാനം കൊടുക്കുക, വേഗം കൊടുക്കുക. നമുക്ക് കാര്യം ചെയ്യാം. കണ്ടിന്യൂ. അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് വെറുപ്പിച്ച് ഇത് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്. കാരണം പൊതുവേ അനുമോളോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ആ ആംഗിളിലല്ലേ ഞാൻ നോക്കി കാണും. അപ്പം എനിക്ക് അയച്ചെന്ന ആ വ്യക്തിയിൽ അതേ ആംഗിളിൽ ഞാൻ നോക്കി കണ്ടപ്പോൾ ഞാനും അയാളും ഒരേ ആംഗിളിലാണ് നോക്കി കണ്ടത്. കാരണം വെറുപ്പാണല്ലോ, ഒരു ഇഷ്ടമല്ല, വെറുപ്പ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല. ആ ഒരു ബിഗ് ബോസ് ഗെയിം കണ്ടതുകൊണ്ടുള്ള, അല്ലാതെ പേഴ്സണലി അനുമോളെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെങ്ങനെ റിയാലിറ്റിയിൽ എന്നുള്ളത് അറിയുന്നത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനകത്തുള്ള അനുമോളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ ആ കാട്ടിക്കുണിക്കലോ ആ കാണിച്ചു വെച്ച പരിപാടികളോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാനും തോന്നി, എന്ത് വെറുപ്പിക്കലാണ് ബാബുവേട്ടാ അത്. ആ മിഥുനെയും ബാക്കിയുള്ളവർ അവിടെ ഇട്ട് ഇത് കിട്ടണം ലാസ്റ്റ് പറഞ്ഞിട്ട് ഇത് ചെയ്യപ്പെട്ടത്. ആ ബിഗ് ബോസിനകത്ത് അനീഷായിരുന്നു ഇങ്ങനെ പറഞ്ഞ എന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അനുമോൾ ഇത് കാണിച്ച് വെറുപ്പിച്ച് കൈ കൊടുത്തിട്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ജഡ്ജസിനോട് ആരോടെങ്കിലും പ്രോഗ്രാം ഡയറക്ടർ ഇൻഡിയർ പറഞ്ഞിട്ടുണ്ടാവും, ഒരു മോതിരം ഊരി കൊടുത്ത് വിടുക ചെയ്യുന്നത്.
അങ്ങനെ KS ചിത്ര അവരുടെ കയ്യിലിരുന്നൊരു മോതിരം ഊരി കൊടുക്കുന്ന സീനാണ്. ചേച്ചി ഒന്ന് ജാമ്യം പറയാം. ചേച്ചി എന്റെ അവസ്ഥ കണ്ടിട്ട് ചേച്ചി കൈ കിടന്ന ഡയമണ്ട് മോതിരം എടുക്കണം. ഇത് ഞാനിടുന്നല്ല, കറക്റ്റ്. കൂടെ വാ. അങ്ങനെ വെറുപ്പിച്ച് ലാസ്റ്റ് അവിടെ ഇനിയിപ്പോൾ സ്ക്രിപ്റ്റാണോന്നും അറിയാൻ പാടില്ല. കാരണം ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് അനുമോളൊരു പ്രോഗ്രാമിന് കൊണ്ടുപോകും. ഏഷ്യാനെറ്റിൻ്റെ പരിപാടിയാകുമ്പോൾ പിന്നെ ഇങ്ങനെ വലിയ പേയ്മെൻ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ പറയാൻ പറ്റൂലേ, പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടിന് 20,000 30,000 40,000 രൂപയ്ക്കും കിട്ടുമല്ലോ. ഡയമണ്ട് മുതൽ കിട്ടാതിരിക്കുന്നില്ലല്ലോ. ഒരു പ്രോഗ്രാമിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കണ്ടസ്റ്റൻസ് പോകുന്ന സമയത്ത് ഒരു 50 റുപ്യ 40 റുപ്യ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിനാകുമ്പോൾ അങ്ങനെ കൊടുക്കും. അതിലും കൂടുതലൊന്നും കൊടുക്കാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. വാട്ടെവർ ഇറ്റ് ഈസ്. എന്തായാലും വിന്നറല്ലേ. അത് സ്ക്രിപ്റ്റഡ് പ്ലാൻഡ് ഐറ്റമാണോ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനെങ്കിലും അല്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് ഇത് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. നമ്മൾ കാണുന്നത് നമ്മളെ മുന്നിൽ ഇത് റിയൽ ആണെന്ന് പറഞ്ഞാണല്ലോ കാണിച്ചു തരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും വെറുപ്പിച്ച് വാങ്ങിയൊരു ഐറ്റമാണത്. അത്രയും വെറുപ്പിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ഇതെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്കണേ എന്ന് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും ഇതും ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഷോയിൽ, എങ്ങനെ നിങ്ങൾ സഹിച്ചു ഇതിന് ഇത്രയും ദിവസം? സമ്മതിച്ചു, സ്റ്റേജിൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനമൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ മോതിരത്തിൻ്റെ ഒരു ഐറ്റം ഇവർ ഈ പ്രവീണും അനുമോളും കൂടി ചെയ്ത ആ ഒരു അത് പ്രത്യേകിച്ചൊരു സ്വയം പ്രവീണിനെ വിളിച്ചിരുത്തി ഒരു ഫ്രണ്ടിനെ നമ്മൾ വിളിച്ചിരുത്തി നീ എന്നെ വിളിപ്പിക്കുമെന്ന് പറയില്ലേ, അതുപോലെ ലൈറ്റായിട്ടാണ് എനിക്ക് അനുമോളുടെ യൂട്യൂബ് ചാനലിൽ വന്ന സ്വന്തം വീഡിയോ തോന്നിയത്. അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഹാപ്പി ആയിട്ട് പോകുന്നു. ഇന്നിപ്പോ ഏഷ്യനെറ്റിന്റെ സ്റ്റാർ സിംഗറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൈ കാണിക്കുന്നില്ല. ഇതേ അത് ഞാൻ വേറൊരു ഇതായിട്ട് എടുക്കാം. അങ്ങനെ അത് വേറെ എടുക്കാം. എന്നാലും പറഞ്ഞേക്കാം, ഇത് നമ്മുടെ ചിത്ര ചേച്ചി തന്ന ഗിഫ്റ്റാണ് ഈ ഡയമണ്ടിന്റെ റിങ്. അതെന്താന്നുള്ളത് എങ്ങനെ തന്നു എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കൊള്ളാല്ലേ? അടിപൊളി സാധനം, നല്ല സൂപ്പർ സാധനം. ചേച്ചിക്ക് ഇഷ്ടം, ചേച്ചി വന്ന് തന്നു. ചേച്ചി അങ്ങനെ ആർക്കും അതെ. അപ്പൊ ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ, അക്ബർ, നൂറ, പിന്നെ നൂറ ഉണ്ടായിരുന്നു. 6 പേരുണ്ടായിരുന്നു. നെവിൻ, അനീഷേട്ടൻ, ഷാനവാസിക്ക, പിന്നെ ഇത്രയും പേരെ 6 പേരായില്ലേ നമ്മൾ. കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. വേറെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അതിന്റെ വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ ഏകദേശം നാട്ടുകാർക്ക് മനസ്സിലായിട്ട് വെറുപ്പിച്ച് മേടിച്ച സാധനമാണെന്നുള്ളത്. അങ്ങനെ ചിത്ര ചേച്ചി ആർക്കൊന്നും കൊടുക്കാത്തതാണ്. ബിഗ് ബോസ് വിന്നറായ അനുമോളോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് കൊടുത്തരും മധുരം വേണ്ടെന്നാണ് അനുമോൾ പറയുന്നത്. അനുമോൾ ഫാൻസ് അങ്ങനെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല, പറഞ്ഞോ, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞല്ലോ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. ഓക്കെ, ഫണ്ണായിട്ട് കണ്ടതൊക്കെ ഫണ്ണാണ്, രസമാണ്. അങ്ങനെ നമുക്ക് ആ രീതിയിൽ എടുത്തിട്ട് പോവാം. കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഫണ്ണായിട്ട് ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ കണ്ടൻറ്റുകൾ ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഒരു അരി എന്നുള്ള രീതിക്ക് മാത്രം ഇനി ബിഗ് ബോസ് അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ പിന്നെ മേജറായിട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിലുള്ള ഞങ്ങളുടെ വിന്നർ, അതായത് സൊസൈറ്റിയിൽ തന്നെ ഒരു വേറെ കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തു വെച്ചാൽ അതിനെക്കുറിച്ചിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞേ പറ്റൂ. അതുവരെ അൺടിൽ അൺലെസ് ഇവരാരും അങ്ങനെ ഒരു ത്രെട്ടാവുന്നില്ല അല്ലെങ്കിൽ ഒരു വിഷയങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അനീഷിന് ഇംഗ്ലീഷ് ഒരു പ്രൊമോഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഇംഗ്ലീഷ് കഫേ പോലത്തെ ഒരു സാധനം വന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് പറയാം. മനസ്സിലായോ? പിന്നെ അനുമോക്ക് ഇപ്പോൾ തോന്നുകയാണ് ഇത് അങ്ങനെ കച്ചറനാക്കി കിട്ടിയ മുതലാണെങ്കിലും ഇതെനിക്ക് തന്നു പറഞ്ഞിട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, പറയാം. അവർക്കൊന്നും കാരണം ഇത് എൻഡ് ഓഫ് ദ ഡേ ഈ ടൈമിൽ ഇവരിത് മാക്സിമം എങ്ങനെ അവരെ വിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. മനസ്സിലായോ? അത് വിൽക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ബിഗ് ബോസിൻ്റെ ആ സാധനം പീക്ക് പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് വിൽക്കാം. താല്പര്യമില്ലാത്തവർക്ക് ബിഗ് ബോസ് പോയി വന്നു, ബാക്കി ഞാൻ എൻ്റെ നോർമൽ കാര്യങ്ങൾ ചെയ്യുന്നു, പഴയ പോലെ ഞാൻ എൻ്റെ പരിപാടികൾ നോക്കി പോകുന്നു. ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയായിരുന്നു, പോയി വന്നു. ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. വെക്കാനാണെന്നുണ്ടെങ്കിൽ മണി ബോക്സ് വെക്കാം, ഡയമണ്ട് കിട്ടിയത് വെക്കാം, അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് കൊടുത്ത് വെക്കാം. സീസൺ 6 അങ്ങനെ മറ്റേ ടോപ്പ് 10 അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷെ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പോയി, ഞാൻ വന്നു, ബാക്ക് ടു മൈ ബേസിക് സാധനം ഞാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊരു വിസിബിലിറ്റിക്ക് ശ്രമിച്ചിട്ടില്ല. കിട്ടുന്നത് വന്നു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ ഓക്കെ പറയും, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്ന് ഫണ്ട് ഉണ്ടാക്കുന്ന, ഒരു കരിയർ ഉണ്ടാക്കുന്ന, ലൈഫ് സെറ്റിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരങ്ങനെ ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ
100 ദിവസം കഴിഞ്ഞ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടെക്നിക്കൽ ക്രൂ അല്ലെങ്കിൽ ഷോൻ്റെ ബാക്കി ആളുകൾ, ഇപ്പോൾ ഷോ വിറ്റ് കാശാക്കുന്ന എന്നെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൽ പോയ കണ്ടസ്റ്റൻസ്, ഇവർക്കൊക്കെ പേഴ്സണലി ഒരുപാട് ലാഭങ്ങളുണ്ടാവും. ബട്ട് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ കമൻ്റ് ഇട്ട് തമ്മിലടിച്ച് കച്ചറ, നിങ്ങൾക്ക് മാനസികമായിട്ട് ചിലപ്പോൾ വല്ല സുഖവും കിട്ടുമായിരിക്കും. പക്ഷേ അതിനുപരി നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള 100 ദിവസം ഞാനൊന്നും പറയുന്നില്ല, 100 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിതിന് പിന്നാലെ പിടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ണായിട്ട് വേണമെങ്കിൽ വയ്ക്കും, ഫണ്ണായിട്ട് വയ്ക്കുക. അല്ലാതെ നേരത്തെ കേട്ട വോയിസിലുള്ള ചേച്ചിയൊക്കെ പറയുന്ന പോലെ അമ്മാതിരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. സോ റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. ആ സാധനം കഴിഞ്ഞു, അടുത്ത സീസണിൽ ഇനി ഒരു സാധനം വരും. അതുവരെ കോൺട്രവേഴ്സീസ് ഉണ്ടാവും, കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, പല സാധനങ്ങളും ഉണ്ടാവും. ബട്ട് അതൊന്നും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ ഒരു സംഗതി കളഞ്ഞിട്ട്, ഒരു ചാമ് കളഞ്ഞിട്ടൊന്നും എടുത്ത് തലയിൽ വെച്ച് കൊണ്ട് നടക്കരുത്. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ലാത്തൊരു പരിപാടിയാണ് ഇത് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. സോ കോൾഡ് ഫാൻസ് ആർമി കമൻറ്റ് ബോളീസ് എല്ലാം